ഓണക്കാറ്റടിച്ചത് ഒരു സദ്യ കഴിക്കാൻ തോന്നി. ഞങ്ങക്കിവിടെ കോട്ടയത്ത് എല്ലാ ദിവസവും സദ്യ കിട്ടുന്നത് ഗ്രാൻഡ് ഓൺട്രയിലാണേ. അപ്പൊ അങ്ങോട്ട് തന്നെയാ പോയത്. അവിടെ ചെന്നപ്പോ അത്തം മുതൽ 10 ദിവസത്തേക്ക് ഓണസദ്യ കിട്ടും. അതും 24 കൂട്ടം കറികളും 3 പായസവും കൂടെ കൂട്ടി ഒരു ഗ്രാൻഡ് സദ്യ. അങ്ങനെ ഞങ്ങൾ സദ്യ ഓർഡർ ചെയ്തു. ആൽബിച്ചിനൊരു സദ്യ പേഴ്സൺ അല്ലാത്തതുകൊണ്ട് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇലയിട്ട് കറികൾ വന്നത് എൻ്റെ പകുതി വയറ് നിറഞ്ഞു. കാരണം ഉപ്പേരി, ശർക്കര ഉരുട്ടി, മാങ്ങാച്ചാറ്, പുളിയിഞ്ചി, നാരങ്ങാക്കറി, പച്ചടി, കിച്ചടി, കൂട്ടുകറി തുടങ്ങി ഒരു ലോഡ് കറികളുണ്ടായിരുന്നേ. ഞാൻ എന്താണേലും ചോറും പരിപ്പും ഒക്കെ കൂട്ടി പതിയെ സദ്യ കഴിച്ചു തുടങ്ങി. എന്തേറെ കറികളുണ്ടെന്ന് പറഞ്ഞാലും സദ്യയിൽ എപ്പോഴും എൻ്റെ ആദ്യത്തെ വാ എന്ന് പറയുന്നത് ചോറും പരിപ്പും മാങ്ങാച്ചാറും കൂടിയായിരിക്കും. ആ വാ അടിപൊളിയാണെങ്കിൽ സദ്യ മൊത്തത്തിൽ കിടിലനായിരിക്കും എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. എന്തായാലും പരിപ്പും മാങ്ങാച്ചാറും കൂട്ടി കഴിച്ച ആദ്യത്തെ വാ ഞാൻ ശരിക്കും ആസ്വദിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ കറികൾക്കും നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. പുളിയിഞ്ചി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കടല കൂട്ടുകറിക്ക് നല്ലൊരു വറുത്തരച്ച ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓലൻ പൊതുവേ ഒരു നിർവികാര സാധനം, പക്ഷെ ഇവിടുത്തേതിനൊരു നല്ല ക്രീമി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഴയൊരു ടേസ്റ്റ് ഓർമ്മയിലുള്ളതുകൊണ്ട് ഞാനൊരു ചിക്കൻ ചെറിയുള്ളി തോരനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എല്ലാം കൂടെ കൂട്ടി ഞാൻ ആസ്വദിച്ച് കഴിച്ചു. ഞാൻ അങ്ങനെ സാമ്പാർ കൂട്ടില്ല. നവ്യയും മുത്തുമൊക്കെ സാമ്പാറും ഒഴിച്ച് നല്ല പ്രോപ്പർ സദ്യ രീതിയിലാണ് കഴിച്ചത്. ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ട് പായസം. പഴം പായസം ഉണ്ടായിരുന്നു, പരിപ്പുണ്ടായിരുന്നു, പാലട ഉണ്ടായിരുന്നു. മൂന്നും കുടിച്ച് മത്ത് പിടിച്ച് ഇനി കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു എഫക്റ്റ് ആയിരുന്നു. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ആഗ്രഹിച്ച് കഴിച്ച ഈ ഒരു ഓണസദ്യക്ക്. നിങ്ങളും ഗ്രാൻഡ് ഓർഡറിൽ സദ്യ മിസ് ചെയ്യേണ്ട.